നമ്മൾ ഓസിലേഷൻസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതൊരു പ്രോബ്ലം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനും സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനും പഠിച്ചതാണ്. If a simple pendulum with a length 55 cm makes 120 oscillations in 3 minutes, what is the value of acceleration due to gravity at its location? ലെങ്ത് തന്നിട്ട് 55 സെൻറ്റിമീറ്ററിനാണ്, മീറ്ററിലേക്ക് ആക്കാം 0.55 മീറ്റർ. 120 ഓസിലേഷൻസ് ഇൻ 3 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 120 ഓസിലേഷൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ എ ഗിവൺ ടൈം, അതിന് നമ്മൾ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുക. അപ്പോൾ ടൈം പീരീഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 3 മിനിറ്റ്സിനെ സെക്കൻഡ്സ് ആക്കുകയും ബൈ 120 ചെയ്യുകയും വേണം. തിരിച്ച് ചെയ്താൽ ഫ്രീക്വൻസിയാണ് കിട്ടുക. സോ ടി ഈസ് ഈക്വൽ ടു 3 × 60 ബൈ 120, അപ്പോൾ 1.5 സെക്കൻഡ്സിന് കിട്ടും. ടി ഇക്വേഷൻ എഴുതുക, 2π√L/g റീഅറേഞ്ച് ചെയ്യുക, ജിക്കുള്ള ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 9.65 m/s². നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുകയാണ്. ഡാംപ്ഡ് ഓസിലേഷൻ. ഇതുവരെ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള സംഗതികളെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഒരു ഐഡിയൽ കേസാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം, നമ്മളൊരു ഊഞ്ഞാല് ആട്ടി വിട്ടാൽ നമ്മൾ പിന്നീട് അതിനെ തൊടുന്നില്ല എങ്കിൽ, നമ്മൾ കാലൊന്നും നിലത്ത് കുത്തിയൊന്നും ആയിരുന്നില്ല എങ്കിൽ ആ ഊഞ്ഞാല് കുറച്ചു നേരം ഇങ്ങനെ ആടി അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വന്ന് എന്താവും? റെസ്റ്റിലാവും. പക്ഷെ നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്ത കേസുകളൊക്കെ അത് റെസ്റ്റിലാവുന്നില്ല എന്നുള്ള പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഈസി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ആക്ച്വൽ ലൈഫ് എക്സ്പീരിയൻസിൽ നമ്മൾ ആട്ടിവിടുന്ന ഊഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അതുപോലെ എല്ലാ ഓസിലേഷൻസും എന്ത് ചെയ്യും? ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു 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 വന്ന്, ഒരു സ്പ്രിങ് ഇളകുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലുള്ളിടത്ത് കുറഞ്ഞു 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 വന്ന് എന്താവും? സ്റ്റാൻഡിങ് സ്റ്റിൽ പൊസിഷൻ ആവും. സിമ്പിൾ പെൻഡുലം ആട്ടിവിടുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റിൽ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ സാധാരണയുള്ള ഓസിലേഷനുകളെ നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്നാണ് വിളിക്കുക. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് സമയം ചെല്ലുന്തോറും ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നത്? എയർ ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ എയർ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ടാണ് അതെന്താവുന്നത്? നിൽക്കുന്നത്. എനർജി ഓഫ് ദ സിസ്റ്റം കണ്ടിന്യൂസ്ലി പുറത്തേക്ക് പോയി സറൗണ്ടിങ്സിലേക്ക് പോയി അത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓസിലേഷൻസ് കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഓസിലേഷനെ നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്നാണ് വിളിക്കുക. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആയിരുന്നു. റിയൽ ലൈഫിൽ അൺഡാംപ്ഡ് ഓസിലേഷൻ ഉണ്ടാവില്ല സാധാരണഗതിയിൽ. അല്ലെങ്കിൽ നമ്മൾ നിലനിർത്തണം അങ്ങനെ. അത് നമ്മൾ കാണാൻ പോകുന്നുണ്ട് ചാപ്റ്ററിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ. ഇനി ഡാമ്പിംഗ് ഫോഴ്സ് എന്തൊക്കെയാണ്? മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. വെള്ളത്തിലാണ് ഈ ഓസിലേഷൻ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതിൽ എയറിനേക്കാൾ വേഗത്തിൽ അത് എന്ത് ചെയ്യും? ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വന്ന് റെസ്റ്റിലെത്തും. അപ്പോൾ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഡാംപ്ഡ് ഓസിലേഷന്റെ മുകളിൽ എന്തെല്ലാം ഡാംപ്ഡ് ഓസിലേഷൻസ് എന്തൊക്കെ ഉണ്ടാവുന്നു എന്ന് മീഡിയമാണ് തീരുമാനിക്കുക. ഡാമ്പിംഗ് ഫോഴ്സിന് നമ്മൾ നേരത്തെ ബുക്സിൽ എഴുതിയ പോലെ F പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതിയ പോലെ ഡാമ്പിംഗ് ഫോഴ്സിന് ഈസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. ഇതിങ്ങനെ പഠിച്ചാൽ മതി, ഇതിന് ഡെറിവേഷൻ ഒന്നും നമുക്കില്ല. ഡാമ്പിംഗ് ഫോഴ്സസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് കാണാം. FD അതിനെ ഡാമ്പിംഗ് കാണിക്കാൻ വേണ്ടിയാണ്. ഈസ് പ്രപ്പോർഷണൽ ടു V ഈസ് ഈക്വൽ ടു -BV എഗെയിൻസ്റ്റ് വെലോസിറ്റി ആണ്. അതുകൊണ്ട് വെലോസിറ്റി കൂടുമ്പോൾ ഫ്രിക്ഷനും കൂടും, എയർ ഫ്രിക്ഷനും കൂടും എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. സോ ബി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. അതായത് ഡാമ്പിംഗ് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുക എന്നുള്ളത് കൊണ്ടാണ്. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മീഡിയം. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ഓസിലേറ്റർ എന്തൊക്കെ എഴുതണം? ഡാംപ്ഡ് ഓസിലേഷൻസ് ആണെങ്കിൽ, റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണെങ്കിൽ F ഈസ് ഈക്വൽ ടു -kx ഉണ്ടാവും, -bv ഉണ്ടാവും. F എന്ന് പറഞ്ഞാൽ m ആണ് നമുക്കറിയാം. m ഈസ് ഈക്വൽ ടു -kx -bv. ഇനി എന്താണ് ആക്സിലറേഷൻ? d²x/dt² ആണ്. എന്താണ് വെലോസിറ്റി? dx/dt ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. md²x/dt² ഈസ് ഈക്വൽ ടു -kx -b × dx/dt. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കണ്ടോ കിട്ടുക. അതായത് md²x/dt² പ്ലസ് bdx/dt പ്ലസ് kx ഈസ് ഈക്വൽ ടു 0. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഫോർ എ ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഈ ഡാമ്പിംഗ് കൺസിഡർ ചെയ്തിട്ടില്ല വിചാരിക്കൂ. നമ്മൾ ഇതുവരെ അങ്ങനെയാണ്, കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡാമ്പിംഗ് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ B 0 ആയിട്ട് മാറും. അപ്പോൾ അൺഡാംപ്ഡ് ഓസിലേറ്ററിനുള്ള ഇക്വേഷൻ കിട്ടും. എന്താണ്? md²x/dt² പ്ലസ് kx ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടതാണ്. x ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താ? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ a cos ωt പ്ലസ് 5. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് A ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു √k/m ആണ് അല്ലെ. k
k is equal to m omega square എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ഇതേ കേസ് ഡാംപ്ഡ് ഓസിലേറ്ററിനാണെങ്കിൽ എന്താവും, അതിന്റെ കൂടെ ഒരു ടേമും കൂടി ബിയുടെ ടേമും കൂടി ഉണ്ടാവും. അപ്പൊ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ അത്ര എളുപ്പമല്ല. ഈ ടേമിന്റെ കൂടെ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവിന്റെ കൂടെ ഒരു എക്സ്പൊണൻഷ്യൽ ടേം കൂടി വരും. എന്താണെന്ന് നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m എന്നൊരു ടേം കൂടെ വരും. ബാക്കിയൊക്കെ നേരത്തുള്ളതാണ്. എ ഉണ്ട്, കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഉണ്ട്, ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m എന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, എക്സ്പൊണൻഷ്യൽ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതൊരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ഒരു നെഗറ്റീവ് എക്സ്പൊണൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് സമയം ചെല്ലും തോറും കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഇതിന്റെ ആംഗുലാർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ ആണ് നേരത്തത്. റൂട്ട് ഓഫ് കെ ബൈ എം ആണെങ്കിൽ ഇവിടെ റൂട്ട് ഓഫ് കെ ബൈ എം മൈനസ് ബി സ്ക്വയർ ബൈ 4m സ്ക്വയർ എന്നൊരു ടേം കൂടി ഉണ്ടാകും. ആംഗുലാർ ഫ്രീക്വൻസി എന്ത് ചെയ്യും, ഗോസ് ഓൺ ഡിക്രീസിങ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഇക്വേഷൻ, ഒരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഡാംപ്ഡ് ഓസിലേറ്റർ നമ്മൾ കണ്ടു, സൈൻ ഫംഗ്ഷൻ കോസ് ഫംഗ്ഷൻ ഒക്കെ പോലെ വളരെ കൃത്യമായിട്ട് ഒരുപോലെ തന്നെ ഒരേപോലെ ആംപ്ലിറ്റ്യൂഡോട് കൂടി സമയത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ കണ്ടത്. അത് അൺഡാംപ്ഡ് ഓസിലേഷന്റെ റെപ്രസെന്റേഷൻ ആണ്. ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ സമയം ചെല്ലുന്തോറും ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് വരും, കുറഞ്ഞു കുറഞ്ഞ് വരും. കണ്ടോ, സമയം ചെല്ലുന്തോറും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു 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 വന്ന് അവസാനം ഒരുപാട് നേരം കഴിയുമ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. ഈ എനർജി ഓഫ് എ ഡാംപ്ഡ് ഓസിലേറ്റേഴ്സ്, അൺഡാംപ്ഡ് ഓസിലേറ്ററിന്റെ എനർജി നമ്മൾ കണ്ടതാണ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. അപ്പോൾ ഡാംപ്ഡ് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ഇ റേസ് ടു, മറ്റതിന് അൺഡാംപ്ഡിന് എ ആകുമ്പോൾ ഡാംപ്ഡിന് എ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m ആണ്. അതുകൊണ്ട് തന്നെ എനർജിയിൽ ആ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഹാഫ് കെ ഇൻറ്റു എ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m ദ ഹോൾ സ്ക്വയർ, ഹാഫ് കെ എ സ്ക്വയർ ഇ റേസ് ടു എക്സ്പൊണൻഷ്യലില് മൈനസ് 2bt ബൈ 2m എന്നാണ് വരിക. 2 ക്യാൻസൽ ചെയ്യും. അപ്പം ഹാഫ് കെ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ എം എന്ന് കിട്ടും. അത് നോക്കിയാൽ കാണാം ഒരു എക്സ്പൊണൻഷ്യൽ ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനർജി ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. സമയം ചെല്ലും തോറും എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. ഇങ്ങനെ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടാണ് എനർജി കുറഞ്ഞു കുറഞ്ഞു വരിക. അതുകൊണ്ടാണ് സമയം ചെല്ലും തോറും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ് അത് നിൽക്കും, അല്ലെങ്കിൽ എനർജി സറൗണ്ടിങ്സിലേക്ക് കൊടുത്ത് കൊടുത്ത് വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് മാറും എന്ന് നമ്മൾ പറയാൻ കാരണം. ഒരു ചോദ്യം നോക്കാം. ഫോർ എ ഡാംപ്ഡ് ഓസിലേറ്റർ മാസ് ഓഫ് ദ ബ്ലോക്ക് ഇസ് 200 gram. ഫോഴ്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഡാമ്പിംഗ് കോൺസ്റ്റന്റും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് പീരിയഡ് ഓഫ് ഓസിലേഷൻ ടി, ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ടു ഡ്രോപ്പ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ, ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് മെക്കാനിക്കൽ എനർജി ടു ഡ്രോപ്പ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. നോക്കാം. ആദ്യം മാസ് തന്നിട്ടുണ്ട് 200 gram, 0.2 kilogram. ഫോഴ്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 90 Newton per meter. സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണത്. ബി ഇസ് ഈക്വൽ ടു ഡാംപിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 40 gram per second. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പൊ 0.1000 ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, 0.04 kilogram per second എന്ന് കിട്ടും. ഈ വാല്യൂ ഓഫ് ബി ബൈ ബി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത്. പ്രോബ്ലത്തില് ബി തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്ത് നോക്കേണ്ടത് ഇതാണ്. വാല്യൂ ഓഫ് ബി ക്യാൻ ബി നെഗ്ലക്റ്റഡ് ഇഫ് ഇറ്റ്സ് വാല്യൂ ഇസ് വെരി മച്ച് ലെസ് ദാൻ റൂട്ട് ഓഫ് കെ എം. റൂട്ട് കെ എം കാണുക, അതിനേക്കാൾ വളരെ കുറവാണ് തന്നിട്ടുള്ള വാല്യൂ ഓഫ് ബി എങ്കിൽ, ബിയുടെ വിലയെങ്കിൽ ആ ബിയെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ ഈ ഡാംപ്ഡിനെ എന്താക്കി മാറ്റാം, അൺഡാംപ്ഡ് ഓസിലേഷൻ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച എളുപ്പത്തിൽ ചെയ്തു പോകാം. നോക്കാം. റൂട്ട് കെ എം ചെയ്യാം. റൂട്ട് 90 ഇൻറ്റു 0.2, അപ്പോൾ 4.243 ആണ് കിട്ടുന്നത്. ബി തന്നിട്ടുള്ളത് നോക്കൂ 0.04 kilogram per second ആണ്. അപ്പോൾ ബി ഇസ് വെരി മച്ച് ലെസ് ദാൻ റൂട്ട് കെ എം. അതുകൊണ്ട് ബി നെഗ്ലക്ട് ചെയ്യാം. പീരിയഡ് ഓഫ് ഓസിലേഷൻ, അപ്പൊ ബി നെഗ്ലക്ട് ചെയ്യാം. നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ എഴുതി ഡാംപ്ഡ് എന്നുള്ള ഇക്വേഷൻ കെ റൂട്ട് ഓഫ് കെ ബൈ എം മൈനസ് ബി സ്ക്വയർ ബൈ 4m സ്ക്വയർ എന്നൊക്കെ എഴുതി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ബി നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷനായി റൂട്ട് ഓഫ് കെ ബൈ എം, ഒമേഗ പറഞ്ഞാൽ 2π ബൈ ടി ആണ്. അപ്പൊ ടി കിട്ടി. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ 0.3 seconds കിട്ടും. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി ടി കോസ് ഒമേഗ ടി പ്ലസ് 5 whose amplitude is given by, അതിൽ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ എന്താണ്, എ ടി ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m. ഈ സാധനം മാത്രം ഇനി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ, ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. പക്ഷെ ഇത് നമ്മൾ നേരത്തെ പീരിയഡ് ഓഫ് ഓസിലേഷൻ കണ്ട പോലെ നമുക്ക് ഇവിടെ ബി നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല.
ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ എടുക്കുമ്പോൾ ആ എക്സ്പൊണൻഷ്യൽ ടേമിനുള്ള ഫാക്ടർ കൂടി മസ്റ്റായിട്ടും കൺസിഡർ ചെയ്യണം. എന്താണ് ആംപ്ലിറ്റ്യൂഡ് പകുതിയാവാൻ എടുക്കുന്ന സമയമാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ AT എന്നുള്ളത് A/2 എന്ന് കൊടുത്തത്. അപ്പൊ A/2 ഈസ് ഈക്വൽ ടു Ae−BT/2m. എയും ക്യാൻസൽ ചെയ്യും. 1/2 ഈസ് ഈക്വൽ ടു E−BT/2m. 2 ഈസ് ഈക്വൽ ടു ആ മൈനസ് പോവും, തിരിച്ചിട്ടില്ലേ ഇവിടെ ഇത് റെസിപ്രോക്കൽ തിരിച്ചിടുമ്പോൾ അതുപോലെ തന്നെ ഇതിനെയും തിരിച്ചിടുക. അതായത് ആ മൈനസ് പോകും, 1/, എന്നിടുമ്പോൾ ആ മൈനസ് പോകും എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇനി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ സോൾവ് ഔട്ട് ചെയ്യണമെങ്കിൽ ലോഗ് ഫംഗ്ഷൻ ആയിട്ടാണ് മാറുക. അപ്പൊ ln2 ഈസ് ഈക്വൽ ടു BT/2m ഇൻറ്റു ln അതായത് നാച്ചുറൽ ലോഗരിതം ആയതുകൊണ്ടാണ്. നാച്ചുറൽ ലോഗരിതം 2 ഈസ് ഈക്വൽ ടു BT/2m. അപ്പൊ t ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു നാച്ചുറൽ ലോഗരിതം 2/b, 2 ഇൻറ്റു 0.2 ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ചെയ്യുക ബൈ 0.04 ചെയ്യുക. t ഈസ് ഈക്വൽ ടു 6.93 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? എനർജി ഓഫ് ദി ഡാംപ്ഡ് ഓസിലേറ്റർ. അതിലും നമുക്ക് ബി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ടൈം പീരീഡിൽ മാത്രമാണ് BA √KM ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ബി വളരെ ചെറുതാണെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനർജിക്കുള്ള ½ കൂടെ E⁻BT/m എന്ന് പറയുന്ന ഫാക്ടർ കൂടി ഉണ്ടാവും. അപ്പൊ ET ഈസ് ഈക്വൽ ടു E⁻BT. ഇതിനെ E എന്നാക്കി മാറ്റി എഴുതി. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം E ആണല്ലോ അൺഡാംപ്ഡ് ഓസിലേറ്ററിന്റെ എനർജിയാണിത്. അപ്പോൾ ET ഈസ് ഈക്വൽ ടു E⁻BT/m. ET ഈസ് ഈക്വൽ ടു എന്താണ്? എനർജി ബൈ 2 ആവാനുള്ള സമയം. അത് നേരത്തെ പോലെ ഇവിടെ E/2 എന്നിടുക, E ക്യാൻസൽ ചെയ്യും. എന്നിട്ട് നേരത്തെ അതേപോലെ തന്നെ ചെയ്യാം. E⁻BT/m ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? E ഈസ് ഈക്വൽ ടു ഇയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു E⁻BT/m എന്ന് കിട്ടും. അപ്പോൾ ln1 ഈസ് ഈക്വൽ ടു E⁻BT/m അല്ല, BT/m എന്ന് കിട്ടും. നേരത്തെ അതേ സ്റ്റെപ്സ് പോലെ തന്നെ ചെയ്ത് വന്നാൽ എന്ത് കിട്ടും? T ഈസ് ഈക്വൽ ടു 3.46 എന്ന് കിട്ടും. അടുത്ത ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആണ്. എന്താണ് ഫോഴ്സ്ഡ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. സാധാരണ ഉണ്ടാവുന്ന നാച്ചുറൽ ഓസിലേഷൻ അത് കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡാമ്പിങ് കാരണം നിന്നു പോകും. അപ്പൊ ഈ ഓസിലേഷൻ നിൽക്കാതിരിക്കണമെങ്കിൽ ഞാൻ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ആ ഊഞ്ഞാലാട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓസിലേഷൻ നിൽക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ ഇതിനു വേണ്ടി നിയോഗിക്കാം. അത്തരം നമ്മൾ ഉന്തിക്കൊടുക്കണം, ഊഞ്ഞാൽ നമ്മൾ ഉന്തിക്കൊടുക്കണം. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇനി മെക്കാനിക്കലി ഒക്കെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പൊ അതിനെ ഡ്രിവൺ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഓസിലേഷൻ അല്ലെങ്കിൽ ഡ്രിവൺ ഓസിലേഷൻ എന്ന് പറയും. ഇനി സാധാരണ ആ വസ്തുവിന്റെ ഓസിലേറ്ററിന് ഊഞ്ഞാലിന് ആടുന്നുള്ള ഫ്രീക്വൻസിയാണ് ഒമേഗ. ഇനി നമ്മൾ തുന്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സിനുള്ള ഫ്രീക്വൻസിയാണ് ω/d. അപ്പോൾ ആ സമയത്ത് ഊഞ്ഞാലിന്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന ഈ തള്ളൽ കൊണ്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ഫോഴ്സ് F0 FD അല്ലെ, ആദ്യം ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മൾ ഉന്തുന്നത് കൊണ്ടുള്ള ഫോഴ്സ് എത്രയായിരിക്കും? F0 cos ω/d t ആണെങ്കിൽ ഇത് കുറച്ച് നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ നിവർത്തിയുള്ളൂ കേട്ടോ. ടോട്ടൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഈ 3 ഫാക്ടറും വരും. അതായത് ഹുക്സ് ലോ കൊണ്ടുള്ള ഫാക്ടർ -kx, ഡാമ്പിംഗ് കൊണ്ടുള്ള ഫാക്ടർ -bv, പിന്നെ ഈ ഉന്തുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് കൊണ്ടുള്ള ആ ഫാക്ടറും കൂടി വരും, F0 cos ω/d t. അപ്പോൾ MA ഈസ് ഈക്വൽ ടു അതിന് പകരമാണ് md²x/dt² ഈസ് ഈക്വൽ ടു -kx - b dx/dt പ്ലസ് F0 cos ω/d t. റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നേരത്തെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന ഇക്വേഷൻ ഇപ്പോൾ 0 ആവില്ല. പകരം എന്ത് ഫാക്ടർ ഉണ്ടാവും? F0 cos ω/d t. കണ്ടോ? md²x/dt² പ്ലസ് b dx/dt പ്ലസ് kx ഈസ് ഈക്വൽ ടു F0 cos ω/d ഇൻറ്റു t. ഇതാണ് ഒരു ഫോഴ്സ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ഇക്വേഷൻ. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ ആദ്യത്തെ കേസിൽ കണ്ട സൊല്യൂഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു a cos ω/t. അതിന്റെ കൂടെ ഇതിന്റെ സൊല്യൂഷൻ എന്താ വെച്ചാൽ a cos ω/ക്ക് പകരം ω/d ഇൻറ്റു t പ്ലസ് 5 എന്നാണ് സൊല്യൂഷൻ ഉണ്ടാവുക. ആംപ്ലിറ്റ്യൂഡും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേം ആണ്. നമ്മൾ നേരത്തെ a എന്ന് കണ്ടു, ആദ്യത്തതിന്റെ അൺഡാംപ്ഡിന് a ആയിരുന്നു, ഡാംപ്ഡിന് പിന്നെ അതിന്റെ കൂടെ E⁻BT/m എന്ന ടേം കൂടി വന്നു. ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് നമുക്ക് കിട്ടുക. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് എന്താണ്? A ഈസ് ഈക്വൽ ടു F0 /√m² - ω²
f0 divided by square root of m square into omega square minus omega d square the whole square plus omega d square b square. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കൂ, കഴിയുന്ന കുട്ടികൾ പഠിച്ചോളൂ. അപ്പോൾ ഈ ടേം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിന്റെ മുകളിലൊക്കെയാണ് ഈ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാര്യമായിട്ട് നോക്കൂ, നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗയുടെ മുകളിലും ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഒമേഗ ഡിയുടെ മുകളിലുമാണ് ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി സ്പെഷ്യൽ കേസ്, ഇത് പറയാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത്. റെസണൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ. അപ്പൊ ഇത് തൊട്ടിട്ടെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോളൂ. റെസണൻസ് എന്ന് പറഞ്ഞാൽ ഈ ടേമിൽ, ഈ ആംപ്ലിറ്റ്യൂഡിൽ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി ആയാൽ ഈ മുഴുവൻ ടേമും പോയി അല്ലേ. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? f0 ബൈ റൂട്ട് ഓഫ്, അപ്പൊ ആ റൂട്ട് ഇതൊക്കെ സ്ക്വയർ അല്ലേ, അപ്പൊ ആ റൂട്ട് പോയി f0 ബൈ ഒമേഗ ഡി ബി എന്ന് കിട്ടും. ആ കേസ്, അതായത് ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്സ് എന്താണെന്നറിയോ? ഒരു വസ്തുവിന്റെ ഓസിലേഷൻ, നോർമൽ ഓസിലേഷൻ, നാച്ചുറൽ ഓസിലേഷന്റെ ഫ്രീക്വൻസിയും നമ്മൾ ഉന്തുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും സെയിം ആയാൽ എന്ത് സംഭവിക്കും? ആംപ്ലിറ്റ്യൂഡ് വളരെ വലിയ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറും. കണ്ടോ, ഈ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു f0 ബൈ ഒമേഗ ഡി ഇൻറ്റു ബി. ദിസ് റെപ്രസെന്റ്സ് ദ മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഇതൊന്നും ഓർത്ത് വെക്കണം കേട്ടോ, റെസൊണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി when becomes equal to natural frequency of the oscillator, amplitude becomes a maximum. This phenomenon is called resonance. ഇത് ഓർത്ത് വെക്കണം, ഇത് അടുത്ത കൊല്ലം ഈ സാധനം ആവശ്യമുണ്ട് കേട്ടോ. റെസൊണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കൂ, ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയുമാണ്. ഫ്രീക്വൻസി എക്സ് ആക്സിസിലും ആംപ്ലിറ്റ്യൂഡ് വൈ ആക്സിസിലും വരച്ചാൽ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി ആകുമ്പോൾ കണ്ടോ, ആംപ്ലിറ്റ്യൂഡ് ഒരു പീക്കാണ്. ആദ്യത്തെ ഇതിന് കണ്ടോ മാക്സിമം, രണ്ടാമത്തെ വേവിലും മാക്സിമം, മൂന്നാമത്തെ വേവിലും വളരെ മാക്സിമം. അതിനെ കുറഞ്ഞുള്ള സ്ഥലത്തൊക്കെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? കുറവാണ്. പിന്നെ അതിൽ കൂടിക്കഴിഞ്ഞാലും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഒമേഗ ഡി, ഡ്രൈവിംഗ് ഫ്രീക്വൻസി വളരെ കൂടുതലായാലും ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. അപ്പോൾ ഒരു പോയിന്റിൽ, ഏത് പോയിന്റിലാണ്? നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു ഡ്രൈവിംഗ് ഫ്രീക്വൻസി ആയാൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുക. വെൻ ബി ഡിക്രീസസ്, ഇനി ഈ ടേം നോക്കൂ, ബി കുറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് വീണ്ടും കൂടും കണ്ടോ. അപ്പോൾ ഡാമ്പിംഗ് കുറയുമ്പോൾ വീണ്ടും എന്താവും? ആംപ്ലിറ്റ്യൂഡ് കൂടും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. മാർച്ചിങ് സോൾജേഴ്സ്, ഈ പാലത്തിന്റെ മുകളിലൂടെ പട്ടാളക്കാരുടെ ഒരു ട്രൂപ്പ് വരികയാണെങ്കിൽ, അവരും അതുവരെ റോഡിലൂടെ മാർച്ച് ചെയ്ത് വരികയാണെങ്കിൽ പാലത്തിന്റെ മുകളിലൂടെ അവരോട് മാർച്ച് ചെയ്യണ്ട എന്ന് പറയും. അതിനൊരു കാരണമുണ്ട്. എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഡ്യൂ ടു മാർച്ചിങ്. ഇവരിങ്ങനെ ഒരേപോലെ അല്ലേ കാല് മാർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എല്ലാവരും വലത്തേക്കാല് വെക്കുന്നു, അടുത്ത ആൾ ഇടത്തേക്കാല്, ഒരുപോലെ വലത്തേക്കാല് ഇടത്തേക്കാലിനെ ഫോഴ്സ് ഇങ്ങനെ വരികയാണ് ചെയ്യാം. അപ്പൊ ആ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ പാലത്തിന്റെ മുകളിൽ അവരെല്ലാവരും ഒരേപോലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഫ്രീക്വൻസിയും ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസിലെ ആറ്റംസ്, മോളിക്യൂൾസ്, അതിന്റെയൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ അവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? മാക്സിമം ആയിട്ട് മാറും. ഇത് എന്തിന് കാരണമാകും? ദർ ഈസ് എ ചാൻസ് ഫോർ ദ ബ്രിഡ്ജ് ടു കൊലാപ്സ്. ഇത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയി തോന്നുമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കാറ്റിന്റെ റെസണൻസും പാലത്തിന്റെ റെസണൻസും സെയിം ആയിട്ട് തകർന്നു വീഴുന്ന ഒരു പാലത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം. അപ്പൊ ഈ റെസണൻസ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം, റെസണൻസ് അല്ലെങ്കിൽ ബ്രിഡ്ജ് കൊലാപ്സിംഗ് ഡ്യൂ ടു റെസണൻസ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കാണാം. ഇനി അതുപോലെ നമുക്കറിയാം, ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ ചില കെട്ടിടങ്ങൾ വല്ലാതെ തകർന്നു പോകും. ചിലതിന് വലിയ നാശനഷ്ടം സംഭവിക്കാതെ തന്നെ അവിടെ തന്നെ നിലനിൽക്കുന്നത് കാണാം. അതിന്റെ സ്ട്രെങ്ത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ഒരു ഘടകം കൂടി അതിലുള്ളത് ഈ നാച്ചുറൽ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ബിൽഡിംഗ്, എന്തിന്റെ മുകളിലൊക്കെ, വലിയ ബിൽഡിങ്ങുകൾ എന്തിന്റെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഹൈറ്റിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതിന്റെ സൈസ്, അത് എന്ത് വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിന്റെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഈ നാച്ചുറൽ ഫ്രീക്വൻസി പിന്നെ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ ആ എർത്ത് ക്വേക്കിന്റെ അതിന്റെ വേവ്സ് നമ്മൾ സീസ്മിക് വേവ്സ് എന്നാ പറയാം. സീസ്മിക് വേവ്സിന്റെ ഫ്രീക്വൻസിയുമായിട്ട് ഒരേപോലെ സെയിം ആയിട്ട് വന്നാൽ ആ രണ്ട് വേവ്സും കൂടി ചേർന്നിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് വളരെ വലുതാവുകയും ബിൽഡിംഗ് മൊത്തത്തിൽ കൊലാപ്സ് ആയി പോവുകയും മോർ ഡാമേജ് വിൽ ഒക്കർ ടു ദാറ്റ് ബിൽഡിംഗ്. എന്നാൽ അങ്ങനെ അല്ലാത്ത റെസണൻസിൽ രണ്ടും ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി ആവാത്ത കേസിൽ, അല്ലെങ്കിൽ റെസണൻസ് സംഭവിക്കാത്ത കേസിലുള്ള ബിൽഡിങ്ങുകൾക്ക് വലിയ അപകടം സംഭവിക്കുകയും ഇല്ല.
അപ്പോൾ ഈ രണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും ഓർത്ത് വെക്കണം. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കും. റെസൊണൻസ് ആണ് ഇതിന്റെ കാരണം. പിന്നെ നിങ്ങൾക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഈ ക്ലാസ് ഉള്ളത് പറയാൻ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കും. ഈ ചാപ്റ്റർ വളരെ മാത്തമാറ്റിക്കൽ ആയിരുന്നു, ഹൈലി മാത്തമാറ്റിക്കൽ ആണ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ വിക്ടേഴ്സ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. കാരണം വളരെ സമയമെടുത്ത് വളരെ ഭംഗിയായിട്ട് വളരെ സാവധാനത്തിൽ എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ മാത്സിൽ നല്ല ബേസ് വേണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ പഠിക്കാനുള്ള ശ്രമം നടത്തണം. 1-2 പ്രാവശ്യം എഴുതി പഠിച്ചാൽ പ്രശ്നം തീരും. അപ്പം ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.